ബെക്കാടി ഫുഡ് കഴിക്കാൻ വന്ന് നിൽക്കുകയാണ്. ബെക്കാടിക്ക് വൈകുന്നേരങ്ങളിൽ ഫുഡിൻ്റെ ടൈം ആകുമ്പോൾ അറിയാൻ പറ്റും. അതേപോലെ തന്നെ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാലും ബെക്കാടിക്ക് അറിയാൻ പറ്റും ചിക്കൻ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ 2 നേരം വരും, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ. ബെക്കാടിയുടെ സന്തത സഹചാരിയാണ് ആ കിടക്കുന്നത്. അവൻ ഇവൻ്റെ കൂടെയാണ് നടക്കുന്നത്. കാരണം ഇവന് ഫുഡ് എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഇവൻ കഴിച്ച് കഴിയുമ്പോൾ അതിന് ബാലൻസ് എന്തായാലും കിട്ടും. അത് സുഹൃത്തും കഴിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അവൻ നമ്മളോടൊന്നും കമ്പനിയൊന്നും അടിക്കില്ല. അവൻ ഒരു തെരുവിൽ വളർന്ന അതേ നായ്ക്കുട്ടിയുടെ അതേ സ്വഭാവം കാണിക്കുന്നു. പക്ഷേ ബെക്കാടി അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവനൊരിക്കലും ഒരു തെരുവ് നായ ആവാൻ വഴിയില്ല. ABC പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലം മാറിയാണല്ലോ ഓരോ സ്ഥലത്ത് നായ്ക്കുട്ടികളെ കൊണ്ട് വിട്ടത്. അതേപോലെ ഞങ്ങളുടെ ഏരിയയിൽ വന്നതാണ് ഈ ബെക്കാടി. പക്ഷേ ഇത് ഒരിക്കലും തെരുവിൽ ജനിച്ചതോ ആയിരിക്കത്തില്ല. ആരുടെയോ വീട്ടിൽ വളർത്തിയിട്ട് ഒന്നോ ഉപേക്ഷിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതോ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പേടിച്ച് ഓടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ എങ്ങനെയോ റോഡിലെത്തിയ ഒരു നായ്ക്കുട്ടിയാണ്. ഇവനോട് ഞാൻ പറയാറുണ്ട്, നീ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ നോക്കാൻ പറയാറുണ്ട്. പക്ഷേ അവൻ ഈ നാട് മുഴുവൻ തെണ്ടി നടന്ന് ശീലിച്ചതുകൊണ്ട് ഇപ്പോഴും അവന് അതേ ശീലമാണ്. 2 നേരം ഫുഡ് കൊടുത്താലും ശരി അവൻ തെരുവിൽ പോകും. കാരണം തെരുവിൽ അത്ര സേഫല്ല ഇവൻ്റെ ലൈഫ്. ഇവൻ നല്ലൊരു കാവൽക്കാരനാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഇവനോടൊരു ഇഷ്ടക്കേടുമുണ്ട്. നന്നായിട്ട് കുരയ്ക്കും. രാത്രി എന്ത് അനക്കം കേട്ടാലും ഗേറ്റിന് പുറത്ത് ഇവനുണ്ടെങ്കിൽ അവൻ റിയാക്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് ഈ രാത്രി ഇറങ്ങി നടക്കുന്ന ആൾക്കാർക്ക് ഇവനൊരു ശത്രുവാണ്. അതുകൊണ്ട് പലരും വെറുതെ ഇരിക്കുന്ന ഇവനെ കല്ലെറിയുന്നത് കാണാം.